ഹായ് മാമാട്ടിക്കുട്ടി രാവിലെ റെഡിയായി ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തേക്ക് പോവാണേ, ഓമല്ലൂർ അമ്പലത്തിലെ. അപ്പോൾ ഇന്ന് അവിടേക്ക് പോകുന്ന അമ്പൂട്ടിക്ക് ചോറൂണാന്നേ പൂജയുടെ കുഞ്ഞിനെ. അന്ന് ഞാൻ ഹരിപ്പാട് പോയില്ലേ, അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും എന്ന് വെച്ചാൽ മാമാമിച്ചി, മാമനും അമ്മയും ഞാനും പിള്ളേരുമായിരുന്നു കേട്ടോ. പിന്നെ ആങ്ങുമുഴിയിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, ആരൂട്ടിയും അവിടെ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അവർ ഹരിപ്പാടിൽ നിന്ന് വരും കേട്ടോ ഇങ്ങോട്ടേ ചോറ് കൊടുക്കാനേ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ചെന്നായിരുന്നു. അപ്പോൾ ആരൂട്ടിയെ കണ്ടതും മാമാട്ടി ഭയങ്കര കളിയായിരുന്നു. ആരൂട്ടാന്ന് വിളിച്ചിട്ട് ഭയങ്കര കളി, രണ്ടുപേരും ഉമ്മോടുപ്പൊക്കെ ആയിരുന്നേ. കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പം ഉമ്മോടുപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമായിട്ടോ കാണുമ്പോളേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പം പൂജയും കുഞ്ഞും അവിടെ നിന്ന് എല്ലാവരും വന്നായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ പുറത്തിറങ്ങിയേ. പപ്പായും ഉണ്ടായിരുന്നു, പപ്പായും വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അമ്മയാണെങ്കിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നേ മിഷൂട്ടിയെ. മാമാട്ടി ആരൂട്ടിയും കൂടെ ഭയങ്കര ഓട്ടവും ചാട്ടവും എല്ലാം ആയിരുന്നു കേട്ടോ. അങ്ങനെ ചോറൂണ് കൊടുക്കാനെ കൊണ്ട് അവരും എത്തി. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാമായിരുന്നു. ഇനിയും അമ്പലത്തിനകത്ത് എപ്പോഴാണ് ടൈമൊക്കെ നോക്കുമായിരുന്നു. 9:30 ടൈം കേട്ടോ. അപ്പം അവർ വന്ന പാടെ അവരും കുഞ്ഞും എല്ലാം കൂടെ അമ്പലത്തിൽ കയറി രസീതൊക്കെ എടുക്കണമായിരുന്നേ ചോറൂണിൻ്റെ. അമ്പൂട്ടിക്കാണ് ചോറ് കൊടുക്കുന്നത് കേട്ടോ. അമ്പൂട്ടി ഇങ്ങനെ വന്ന് എല്ലാവരും നോക്കുക കേട്ടോ. വണ്ടിയിൽ നിന്ന് വന്ന് ഇറങ്ങിയിട്ട് എന്താ ഇന്ന് പരിപാടി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നേ. പൂജയും സെറ്റൊക്കെ ഇവിടുത്താണ് വന്നത്. അപ്പുവാണെങ്കിൽ 2 ദിവസം മുമ്പേ വന്നായിരുന്നു ദുബായിൽ നിന്ന്. അപ്പോൾ അങ്ങനെ എല്ലാവരും അകത്ത് കയറി ചോറൂണ് കൊടുക്കാനുള്ള എല്ലാം തയ്യാറെടുക്കുമായിരുന്നു കേട്ടോ. അപ്പം അമ്പലത്തിന് വലിയ നടയിൽ വെച്ചാണല്ലോ പിള്ളേർക്ക് ചോറ് കൊടുക്കുന്നത്. ചോറൂണ് കഴിഞ്ഞിട്ടല്ലേ അമ്പലത്തിൽ പിള്ളേർക്ക് കയറാൻ പറ്റുള്ളൂ, കുഞ്ഞിനെ കൊണ്ട് തൊഴാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മാമാട്ടിയാണെങ്കിൽ നമ്മൾ ചോറ് കൊടുത്തത് വേറൊരു അമ്പലത്തിലായിരുന്നു കേട്ടോ. പരുമല അമ്പലത്തിലാണ് മാമാട്ടി കൊടുത്തത്. മിഷൂട്ടിക്ക് കൊടുത്തത് ഇവിടെ മലയാളപ്പുഴ അമ്പലത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പൂട്ടിയുടെ ചോറൂണാണേ. അമ്മൂട്ടി അപ്പോൾ ചോറുണ്ണാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൂൻ്റെ മടിയിൽ ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ ആളിങ്ങനെ നോക്കുന്നുണ്ട് എന്താണെന്നൊക്കെ. ആദ്യം തീർത്ഥം കൊടുക്കും അമ്പലത്തിൽ നിന്ന് കുഞ്ഞിന് കുടിക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഉപ്പും പായസവും പടച്ചോറാന്ന് തോന്നുന്നു അമ്പലത്തിൽ, അതും കൂട്ടി 3 കൂട്ടിയാണ് കുട്ടിക്ക് ആദ്യം വായിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ പൂജയൊക്കെ ചെയ്ത് നെറ്റിയിൽ ചന്ദനമൊക്കെ തൊടിപ്പിക്കുകയാണ് ആദ്യമായിട്ട്. അപ്പം കുട്ടികളെ ഈ ചോറ് കൊടുക്കുന്ന നേരത്താണല്ലോ നമ്മളിങ്ങനെ കുറിയൊക്കെ തൊടിയിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുവാണേ. ആളൊന്നും വഴക്കില്ലാതിരിക്കുമായിരുന്നു അമ്പൂട്ടി മടിയിൽ അപ്പൂൻ്റെ. അങ്ങനെ എല്ലാം കുഞ്ഞിങ്ങനെ നോക്കിയൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇത്രയും ആളുകളെല്ലാം കൂടെ വന്ന് കൂടിയതല്ലേ. അപ്പം അതൊക്കെ കുഞ്ഞിനെ കുറിയൊക്കെ തൊട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ അമ്പലത്തിലെ പ്രസാദം കൊണ്ടുവന്ന് ചോറ് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പം തിരുമേനി ഇങ്ങനെ വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൊട്ടും മേളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സൈഡിലായിട്ട്. പിന്നെ ശംഖുന്നുണ്ടായിരുന്നു. മിഷൂട്ടി എൻ്റെ കയ്യിരിക്കും. ശംഖുതിയപ്പോൾ മിഷൂട്ടി നല്ലതായിട്ടൊന്ന് പേടിച്ചായിരുന്നേ. അങ്ങനെ അമ്പൂട്ടിക്ക് ചോറ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ അപ്പോൾ ആദ്യം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ എല്ലാം കൂടെ ഉപ്പും 3 കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ അമ്പൂട്ടിയുടെ വായി വെച്ച് കൊടുത്തു. അമ്പൂട്ടി ഇങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ മാറി. ആദ്യമായിട്ട് ഇങ്ങനെ കഴിക്കല്ലേ ഒരു സാധനമെന്ന് കുഞ്ഞ്. അപ്പോൾ ഇങ്ങനെ മുഖം ആദ്യം ഒന്ന് ചുളുക്കി, പിന്നെ ഇങ്ങനെ നക്കി കഴിച്ചു കേട്ടോ. അങ്ങനെ അപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പൂജയാണ് കൊടുത്തത്. അങ്ങനെ വീട്ടിൽ നിന്ന് വന്ന് ഓരോരുത്തരായിട്ട് കുഞ്ഞിന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നേ ഓരോന്നേ. അപ്പോൾ മാമാട്ടിയും ആരൂട്ടി ഇങ്ങനെ നോക്കിയിരിക്കുവാണ്, അവർക്ക് ഇങ്ങനെ കൊടുക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പൂജ കുറച്ച് ചോറെടുത്ത ഇതോടെടുത്ത് ഇങ്ങനെ പൊടിച്ചിങ്ങനെ കുറച്ച് കൊടുത്തേ. അപ്പോൾ കുഞ്ഞിപ്പോൾ ആദ്യമായിട്ട് കഴിക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ ഇച്ചിരി പൊടിയല്ല, എല്ലാവർക്കും തൊട്ട് കൊടുക്കണമല്ലോ. അന്നവരെല്ലാവരും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ തൊട്ട് കൊടുക്കുമായതുകൊണ്ട് അങ്ങനെ കൊടുക്കാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ അപ്പൂൻ്റെ അച്ഛനാണ് പിന്നെ കൊടുത്തത്. അപ്പോൾ അച്ഛനും വന്നിട്ട് ഇങ്ങനെ തൊട്ടിങ്ങനെ കൊടുത്തു കേട്ടോ. അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ കുറച്ചൊന്ന് തൊട്ട് ജസ്റ്റ് ഒന്ന് ഒരു പേരിന് വേണ്ടി ഇങ്ങനെ തൊട്ട് വെച്ചതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ മാറി കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ മാമാമിച്ചിയും കൊടുത്തു, മാമനും കൊടുത്തു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ കുറച്ച് തൊട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ കൊടുത്തത് ഗീതമ്മയും പിന്നെ പപ്പായുമാണ്. കുഞ്ഞിൻ്റെ വല്യമ്മയും വലിയച്ഛനുമാണ് കൊടുത്തത്. അവർ 2 പേരുമാണ്. ഗീതമ്മി എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ചേട്ടത്തി കേട്ടോ. ഞങ്ങൾ ചേട്ടത്തി അനിയത്തിമാരുടെ മക്കളാണ് പൂജയും ഞാനും ഒക്കെ കേട്ടോ. അപ്പോൾ മാമാട്ടി ആദ്യം ആരൂട്ടി കൊടുത്തിട്ട് മാമാട്ടി വെള്ളം വെച്ച് മാമാട്ടിക്ക് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ മാമാട്ടിയും പോയിരിക്കുവാണ് കൊടുക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ മാമാട്ടി ഇങ്ങനെ തൊട്ട് ആദ്യം തൊട്ടിട്ട് കൈ മാറ്റി. പിന്നെ ആണെങ്കിൽ അവിടുത്തെ അമ്മ ഇങ്ങനെ തൊട്ട് കുഞ്ഞിൻ്റെ വായിലോട്ട് വെപ്പിച്ച്. ആൾ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ തന്നെ ഇങ്ങനെ തൊട്ട് കൊടുത്തപ്പോളേ. അവൾക്കാണെങ്കിൽ പിള്ളേരാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അമ്മയും മാവനും എല്ലാവരും കൊടുത്തു. അങ്ങനെ എല്ലാവരെയും അങ്ങനെ ചടങ്ങ് കഴിഞ്ഞ് പിന്നെ ഞാനും പോയി കൊടുത്തു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ ആരെ ഏൽപ്പിച്ചെന്ന് വെച്ചാൽ അപ്പൂൻ്റെ പെങ്ങളെ ഏൽപ്പിച്ചതേ. അപ്പോൾ അവൾ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പോയി കുഞ്ഞിന് തൊട്ട് കൊടുത്തേ.
അങ്ങനെ എല്ലാവരും തൊട്ടുകൊടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നേ. കുറച്ച് നേരം പിള്ളേരെല്ലാം കൂടെ കളിയൊക്കെ ആയിരുന്നു പുറത്ത്. നല്ല സൗകര്യം ഉണ്ടല്ലോ അവിടെ. നല്ല ഇതിനു മുമ്പ് ഓമല്ലൂർ അമ്പലത്തിൽ ഞങ്ങൾ കല്യാണത്തിനൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ നേരം എല്ലാവരും ഇതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വെളിയിൽ നിൽക്കാൻ നല്ല സൗകര്യമുള്ളതുകൊണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നേ. വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു ഇന്ന്. അങ്ങനെ പിള്ളേരുമൊക്കെ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞിട്ട് ആദ്യം കുഞ്ഞിൻ്റെ മുഖവും വായും ഒക്കെ ഇങ്ങനെ നമ്മൾ വെള്ളം കൊണ്ട് കഴിയിപ്പിക്കും കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് അവർ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുഞ്ഞിൻ്റെ മുഖമൊക്കെ ഒന്ന് തുടച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ തുലാഭാരമായിരുന്നു കേട്ടോ. കാര്യം ഞാൻ മറന്നുപോയി. തുലാഭാരം ചെയ്തിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത്. അപ്പോൾ പഴം കൊണ്ടുള്ള തുലാഭാരമായിരുന്നേ. അപ്പോൾ ഇന്ന് നേർച്ച പറയുമല്ലോ. അപ്പം മാമാട്ടിക്ക് തുലാഭാരം ഉണ്ടായിരുന്നു. അതും പഴം കൊണ്ടായിരുന്നു തോന്നുന്നു. മിഷൂട്ടിക്കില്ലായിരുന്നു. അങ്ങനെ അമ്പൂട്ടിയുടെ തുലാഭാരമായി പഴമെല്ലാം വെച്ചിട്ടായിരുന്നു തുലാഭാരമേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുക്കുമായിരുന്നു. കുറച്ച് ഭാഗമൊക്കെ വീഡിയോ കിട്ടുള്ളൂ. അത് കരച്ചിലൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. ബഹളങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ 3 റൗണ്ട് ഇങ്ങനെ ചുറ്റിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ മറ്റോ അതിൻ്റെ ഇത് കേട്ടോ. ഇങ്ങനെ മേളും താഴെ ഇങ്ങനെ താത്തിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചുറ്റിച്ചാണ് തുലാഭാരം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പിടിക്കും, കുഞ്ഞിനെയും പിടിച്ച് അതിങ്ങനെ പിടിച്ചിട്ടാണ് നമ്മളിങ്ങനെ നടന്നിട്ട് ചെയ്യിക്കുക കേട്ടോ. അങ്ങനെ അമ്പൂട്ടിയുടെ തുലാഭാരം കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത്. തുലാഭാരത്തിൻ്റെ വീഡിയോ ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് ചൊവ്വിന് കുഞ്ഞിന് മുഖം കാണത്തില്ലായിരുന്നു വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടേ. അപ്പം തുലാഭാരമൊക്കെ കഴിഞ്ഞു. അമ്പൂട്ടി അകത്ത് അമ്പലത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൻ്റെ അകത്ത് കയറ്റി തൊഴിച്ചത്. അപ്പോൾ ഞങ്ങൾ വെളിയിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. മാമാട്ടിയും അരൂട്ടിയും എല്ലാവരും കൂടെ ഭയങ്കര കളിയും ബഹളവും ഒക്കെ ആയിരുന്നേ. മിഷൂട്ടിക്ക് ഇടയ്ക്ക് നല്ല ബഹളമായിരുന്നു. മിഷൂട്ടിക്ക് നടക്കണം. മിഷൂട്ടിക്ക് നടക്കാൻ അതിന് ഞാൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര നടപ്പായിരുന്നു ആളെ. ആൾക്ക് ഇപ്പം നടക്കാൻ തുടങ്ങിയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കൈ പിടിച്ച് നടക്കും, പിന്നെ കുറേ നേരം തന്നെ 2-3 സ്റ്റെപ്പ് വെക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പം മിഷൂട്ടിയുടെ കാര്യങ്ങളെ. അങ്ങനെ കുറേ നേരം കളിച്ച് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ അവർ തൊഴുത് കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് അവർ പുറത്തിറങ്ങി വന്നത്. അങ്ങനെ പിള്ളേരെല്ലാം കൂടെ നല്ല ബഹളമൊക്കെ ആയിരുന്നു. കുറേ നേരം ഇവിടെ നിന്നിട്ടൊക്കെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് കേട്ടോ. കുറേ നേരം അവിടെ നിന്ന് പിള്ളേർ കളിയും ബഹളമൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടെ വന്ന് കൂടിയതല്ലേ. അപ്പം കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചത്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിരിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ബൈ.